Hello everyone. Welcome to Island IAS Ignite Foundation Daily Newspaper Analysis. ഇത് പ്രതീക്ഷയായിരിക്കും നിങ്ങളിന്ന് വന്നിട്ടുണ്ടാവുക. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഇന്നും ഞാൻ തന്നെയായിരിക്കും സെഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. അനശ്വര മാം ഇസ് ഓൺ ലീവ്. ഷീസ് എ ബിറ്റ് അൺവെൽ. കുഴപ്പമൊന്നുമില്ല, ഷീൽ ബി ബാക്ക് സൂൺ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് August 30th ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. സോ നമുക്ക് ഇന്ന് എന്തൊക്കെയാണുള്ളതെന്നുള്ളത് നമുക്ക് ആദ്യം കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ഹിന്ദുവിൽ വന്നിട്ടുള്ള ഓപ്പൺ എഡിറ്റോറിയലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എനർജി സോവറിനിറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അത്രത്തോളം റെലവെൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഒരു കഥ പോലെ പറഞ്ഞു പോകുന്നുണ്ട്. ബട്ട് വീൽ പിക്ക് ഔട്ട് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഫ്രം ദാറ്റ്. ഓക്കെ, പിന്നെ കുറേയൊക്കെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള എക്സ്പ്ലെയിൻഡ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ക്യാഷ്ലെസ് ബെയിൽ ഇൻ USA കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ അതിൻ്റെ പ്രൊവിഷൻ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അനശ്വര മാം ഒരിക്കൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഇന്ത്യ ജപ്പാൻ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലെയിൻഡ് ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. വിൽ ബി ജസ്റ്റ് ഷോയിങ് യു, വി വോണ്ട് ബി ഗോയിങ് ഇൻ ടു ദ ഡീറ്റെയിൽസ് ബിക്കോസ് മാം അന്ന് നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ പിന്നെ അതിൻ്റെ കൂടെ വന്ന ആർട്ടിക്കിൾസ് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് PM മോദി, നമുക്കറിയാം, ജപ്പാനിൽ പോയി. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തൊരു ഗിഫ്റ്റ് ഉണ്ട്, ദാരുമ ടോൾസ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു കണ്ടെക്സ്റ്റ് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ എഡിറ്റോറിയലാണ്, അത് നമ്മുടെ US താരിഫിൽ നമ്മളെടുക്കുന്ന ആക്ഷൻസിനെ കുറിച്ച് ഹിന്ദു പറയുന്ന ഒരു സംഭവമാണ്. നമുക്ക് ജസ്റ്റ് കാണാം. പിന്നെ ഒരു 2 എക്സാമ്പിൾ പോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ വിതൗട്ട് മച്ച് ഷെഡോ നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോവാണ്. ദ ഹിന്ദുവിൽ വന്നിട്ടുള്ള ഇൻ an unstable world energy sovereignty is the new oil എന്നുള്ള സംഭവം. സോ നമുക്കറിയാം, നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഇമ്പോർട്ട്സ് അബൌട്ട് ഒരു 85% ഓഫ് ഇറ്റ്സ് ക്രൂഡ് ഓയിൽ. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ട് ഡിപ്പെൻഡൻ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ എത്തനോൾ ബ്ലെൻഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എത്തനോൾ ബ്ലെൻഡിങ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ ഈ പറഞ്ഞ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കണ്ടെക്സ്റ്റിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ഈ ആർട്ടിക്കിൾ തുടങ്ങുന്നത്. 85% ഓഫ് ദി ക്രൂഡ് ഓയിലും 50% ഓഫ് ഇറ്റ്സ് നാച്ചുറൽ ഗ്യാസിൻ്റെ അവൈലബിലിറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ടിലാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ആക്ച്വലി ദി ഓതർ ഇസ് ടേമിങ് ഇറ്റ് ആസ് എ നാഷണൽ റിസ്ക് രജിസ്റ്റർ. കാരണം കോൺഫ്ലിക്റ്റിംഗ് സോൺസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് വരികയാണ്, സീ ലൈൻസ് നാരോ ആയിക്കൊണ്ട് വരികയാണ്, വിച്ച് മീൻസ് ഇപ്പോൾ 2 കൺട്രീസ് തമ്മിൽ ചെയ്യുന്ന സമയത്ത് അവരുടെ സീ ലൈൻസ് ഒക്കെ അവർ കൺട്രോൾ ചെയ്യും. അപ്പോൾ നമുക്കതിൻ്റെ പാത്തൊക്കെ നമുക്ക് കുറയും. അതുപോലെ തന്നെ സപ്ലൈ ചെയിൻസ് ഫ്രാഗ്മെൻ്റ് ആയി വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എവറി ബാരൽ ഓഫ് ദി ഓയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിക്കമിങ് ലൈക്ക് എ ലയബിലിറ്റി വെൻ വി ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ദി അതേഴ്സ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് കണ്ടെക്സ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോൾ റഷ്യൻ ഓയിൽ ബൈ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പം US നമ്മുടെ മേൽ താരിഫൊക്കെ പ്രഖ്യാപിച്ചത്. സോ റഷ്യൻ ഓയിൽ ഹാസ് ബിക്കം ദി ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് സ്വിംഗ് ഫാക്ടർ ബിക്കോസ് 2022 മുതൽ റഷ്യ ഹാസ് ബിക്കം ദി സിംഗിൾ ലാർജസ്റ്റ് supplier, roughly corresponding to 35 to 40% of our total oil imports. അതിന് നേരത്തെ ഈ ഒരു കോൺഫ്ലിക്റ്റിന് മുന്നേ വെറും 2% മാത്രമായിരുന്നു നമ്മൾ റഷ്യയിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയും നമ്മൾ പർച്ചേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ താരിഫൊക്കെ വന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേറൊരു ആംഗിളാണ് ഓതർ എക്സ്പ്ലോർ ചെയ്യുന്നത്. കാര്യം എന്താ, നമ്മൾ ഇപ്പോഴും ഒരു കൺട്രിയിൽ ഒരുപാട് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിപ്പോൾ റഷ്യ ആയാലും US ആയാലും ഏതൊരു കൺട്രി ആയാലും അത് നമുക്ക് അത്രത്തോളം നല്ലതല്ല, നമ്മുടെ സോവറിനിറ്റിക്ക് നല്ലതല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ വെൻ ഡിസ്കൗണ്ടഡ് ബാരൽസ് ദേ ഹാവ് ഓഫേർഡ് ടെമ്പററി റിലീഫ്, പക്ഷേ ദ ഹെവി കോൺസെൻട്രേഷൻ ഓൾസോ അണ്ടർസ്കോർസ് ദി വൾണറബിലിറ്റി ഓഫ് റിലൈങ് ടു മച്ച് ഓൺ എ വൺ ജിയോ പൊളിറ്റിക്കൽ പാർട്ട്ണർ. ഡൈവേഴ്സിഫിക്കേഷൻ ഇസ് ദ റിയൽ കറൻസി ഓഫ് സോവറിനിറ്റി. ഒരു സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം. ഏതെങ്കിലും രീതിയിൽ നമുക്ക് എവിടെയെങ്കിലും കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 677 ബില്യൺ ആണ് നമ്മുടെ ടോട്ടൽ മെർച്ചൻഡൈസ് ഇമ്പോർട്ട്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏകദേശം ഒരു 25% നമ്മൾ ഓയിലിന് വേണ്ടി മാത്രമാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് ദ വേൾഡ് ഇസ് ആക്ച്വലി നമുക്ക് നമ്മൾ ഒരുപാട് കോൺഫ്ലിക്ട്സ് കണ്ടു. പക്ഷേ നമ്മൾ ക്ലാസ് തുടങ്ങുന്നത് ഓഗസ്റ്റിലാണ്. അതിന് മുന്നേ ഏകദേശം ഒരു വലിയൊരു വാറിലേക്ക് തന്നെ പോകാനിരുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു ഇസ്രായേൽ ആൻഡ് ഇറാൻ തമ്മിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതും കൂടെ സംഭവിച്ചിരുന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും വലിയ രൂക്ഷമായിട്ടുള്ള സ്ഥിതിയിലേക്ക് പോകും എന്നുള്ള കാര്യം മാത്രമാണ് ഇതിനകത്ത് പറയുന്നത്. സോ ജസ്റ്റ് റിമെമ്പർ ഹൗ ഫ്രജൈൽ ദി എനർജി ലൈഫ് ലൈൻസ് ആർ എന്നുള്ള കാര്യം. അപ്പോൾ ഇദ്ദേഹം വേറൊരു ഹിസ്റ്റോറിക്കൽ കോൺടെക്സ്റ്റ് ആയിട്ട് ഒരു 5 കേസിനെ പറയുന്നുണ്ട്. ഒരു 1973 സമയത്ത് ഒരു അറബ് ഓയിൽ ക്രൈസിസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയണ്ട. ആ സമയത്ത് ദി അറബ് ഓയിൽ എംബാർഗോ ഉണ്ടായിരുന്നു US ആൻഡ് അലൈഡ് നേഷൻസിനിടയ്ക്ക് വെസ്റ്റിൻ്റെ എതിരെ വെസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ചെയ്തിരുന്നു. അപ്പോൾ ഇറ്റ് എക്സ്പോസ് ദി വെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെവലപ്ഡ് കൺട്രീസ് ഓഫ് നോർത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പ് എന്നുള്ള രീതിക്ക്. അപ്പോൾ ദ വെസ്റ്റ് ഇസ് ഓവർ ഡിപ്പെൻഡൻസിനെ എക്സ്പോസ് ചെയ്തിരുന്നു. പക്ഷേ ഇറ്റ് കാറ്റലൈസ് ദ ക്രിയേഷൻ ഓഫ് എ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്. അതായത് ഈ വെസ്റ്റേൺ നേഷൻസ് ഒക്കെ അവരൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള പെട്രോളിയം റിസർവ് ഫോർ ലൈക്ക് ഒരു 90 days പ്ലസ് അവരൊരു റിസർവ് എപ്പോഴും തങ്ങി വെക്കുക. ബിക്കോസ് ആരെങ്കിലും ഇങ്ങനെ തരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റണം. അപ്പോൾ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സും എഫിഷ്യൻ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതും അവരും സോഴ്സിനെ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി. അതുപോലെ തന്നെ ഇതിപ്പോൾ ഓയിലിൻ്റെ കേസാണ്. അതുപോലെ തന്നെ 2011 ഒരു ഫുക്കുഷിമ ഡിസാസ്റ്റർ ഉണ്ടായി.
അത് ബേസിക്കലി ഒരു ന്യൂക്ലിയർ പ്ലാന്റ് ആണ്. അവിടെ 2011 ജപ്പാനിൽ ഒരു സുനാമി ഉണ്ടായ സമയത്ത് അത് ന്യൂക്ലിയർ റിയാക്ടറിലൂടെ പോവുകയും അതൊരു ന്യൂക്ലിയർ മെൽറ്റ് ഡൗൺ സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചെയ്ത സമയത്ത് ദ വേൾഡ് ലോസ്റ്റ് ഇറ്റ്സ് കോൺഫിഡൻസ് ഇൻ ദി ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. പക്ഷേ സ്ലോലി ഇറ്റ് ഇസ് റീഗെയിനിങ്. ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് കൊണ്ട് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഓരോ പോയിന്റ്സിനാണ് ഈ ഓഥർ ഡിസ്കസ് ചെയ്യുന്നത്. വേർ വി വെർ ലൈക്ക് ആ ഒരു എനർജി സെക്യൂരിറ്റിയിൽ വൾണറബിലിറ്റി ഉണ്ടായ ഓരോ മെയിൻ ആയിട്ടുള്ള ഒരു 5 പോയിന്റ്സ്. അതുപോലെ തന്നെ 2021 വെരി റീസെൻ്റ്ലി ഒരു ടെക്സസ് ഫ്രീസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി. വേറൊന്നുമല്ല, അവിടുത്തെ ഗ്യാസ് പൈപ്പ് ലൈൻസ് ഒക്കെ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള കോൾഡ് കാരണം അത് ഫ്രീസായി. അപ്പോൾ അത് കാരണം ആൻഡ് ഇറ്റ് ഓൾസോ ഡിസ്റ്റർബ് ദി വിൻഡ് ടർബൈൻസ് ഇൻ ദി അതർവൈസ് എനർജി റിച്ച് ടെക്സസ്. അപ്പോൾ അവിടെ അവരൊരു എനർജി ക്രഞ്ച് അവർ ഫേസ് ചെയ്യേണ്ടി വന്നു. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദ ലിമിറ്റ്സ് ഓഫ് ദ സിസ്റ്റം ബിൽഡ് ഫോർ കോസ്റ്റ് എഫിഷ്യൻസി റാദർ ദാൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡൈവേഴ്സിഫൈഡ് ആൻഡ് വെദർ ഹാർഡൻ ഇൻഫ്രാസ്ട്രക്ചർ. ബിക്കോസ് ടെക്സസ് ഭയങ്കര ഇതിൻ്റെ കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ ടെക്സസ് ഭയങ്കര എനർജി റിച്ച് ആയിരുന്നു. പക്ഷേ ദേ വർ ഓവർ ഡിപ്പെൻഡൻറ്റ് ഓൺ ഈ പറഞ്ഞ ഗ്യാസ് ഇതിനകത്ത്. അവർ ഡൈവേഴ്സിഫൈയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ വെദർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും ആ സമയത്ത് ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ എത്രത്തോളം ഡൈവേഴ്സിഫൈ ചെയ്യുന്നു അത്രത്തോളം റിസ്ക് നമുക്ക് കുറയും എന്നുള്ള പോയിന്റ് മാത്രം ഇത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 22 ഈ റഷ്യ യുക്രൈൻ വാറിനകത്ത് യൂറോപ്പിൻ്റെ ദേ വർ ആക്ച്വലി റിലയൻഡ് ഓൺ 40%, അബൌട്ട് 40% ഓഫ് ദിയർ ഈ പറഞ്ഞ നാച്ചുറൽ ഗ്യാസിൻ്റെ ഇതിന് വേണ്ടിയിട്ട് അവർ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് എൻഡ് ചെയ്തപ്പോഴത്തേക്കും, അതായത് ഈ കോൺഫ്ലിക്റ്റ് തുടങ്ങിയപ്പോഴത്തേക്കും വെൻ ദി യൂറോപ്യൻസ് വെർ ബാക്കിംഗ് യുക്രൈൻ, റഷ്യ വെപ്പണൈസ്ഡ് ദിസ്. അതാണ് ഈ പറയുന്നത്, റഷ്യ വെപ്പണൈസ്ഡ് എനർജി. അപ്പോൾ ഇതുപോലെ ഏതൊരു കൺട്രിയും മറ്റൊരു കൺട്രീനെ മേൽ ചെയ്യാം. സോ വി ഷുഡ് ബി നോട്ട് ബി ഡിപ്പെൻഡൻറ്റ് സോൺലി ഓൺ വൺ കൺട്രി, വെദർ ഇറ്റ് ഇസ് റഷ്യ ഓർ US ഓർ വാട്ട് എവർ കൺട്രി ഇറ്റ് ഇസ്. അപ്പോൾ നോ എനർജി സ്ട്രാറ്റജി സോവറിൻ ഇഫ് ഇറ്റ് ഇസ് സിംഗിൾ സോഴ്സ് എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ടത്. പിന്നെ 2025 ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് വേറൊന്നുമല്ല, സ്പെയിൻ ആൻഡ് പോർച്ചുഗലിനെ കുറിച്ചാണ് പറയുന്നത്. ഐബീരിയൻ പെനിൻസുല റീജിയനെയാണ് നമ്മൾ ഈ സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ ഇരിക്കുന്ന റീജിയനെ നമ്മൾ പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ആ പേര് വരുന്നത്. ബിക്കോസ് ദേ സഫേർഡ് എ ഗ്രിഡ് കൊളാപ്സ്. ബിക്കോസ് നമുക്കറിയാം, നമ്മൾ റിന്യൂവബിൾ എനർജിയുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമ്മളെ പറയുന്നത് തന്നെ അതൊരു ഇന്റർമിറ്റൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സാണ്. കാരണം നമുക്ക് രാവിലെ മാത്രമായിരിക്കും ഈ സോളാർ എനർജി നമുക്ക് കിട്ടിക്കൊണ്ടുവരുന്നത്. അതുപോലെ വിൻഡ് എനർജി കാറ്റുള്ളപ്പോൾ മാത്രമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഒരു ഇന്റർമിറ്റൻറ്റ്, ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല എന്നുള്ള മട്ടിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനത്തിൽ നമ്മൾ ഓവർലി ഡിപ്പെൻഡൻ്റ് ആയി കഴിഞ്ഞാൽ, അതായത് പെട്ടെന്ന് ഒരു സ്വിച്ച് ഇട്ട പോലെ നമ്മൾ ട്രാൻസിഷൻ ഫ്രം ദി കോൾ ടു ഈ റിന്യൂവബിൾസ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർലി ഡിപ്പെൻഡൻ്റ് ഓൺ റിന്യൂവബിൾസ് ഇസ് ഓൾസോ നോട്ട് ഗുഡ് ആസ് പെർ ദി പ്രസന്റ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഡിസ്പൈറ്റ് ദി റിട്ടോറിക് ഓഫ് ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ, നമ്മൾ പക്ഷേ ഒരു ഗ്ലോബൽ പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും 80% നമ്മൾ ഫോസിൽ ഫ്യൂവൽസിലാണ് റിലൈ ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്നൊക്കെ പോലുള്ള എല്ലാ കുറേ ഓർഗനൈസേഷൻസ് നമ്മൾ ഒസോബോഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനുഷ്ഠ മാമിൻ്റെ ക്ലാസ്സിലായിരുന്നു അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അത്രയും പാർട്ട്ണർഷിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും 90% ഓഫ് ദി ട്രാൻസ്പോർട്ടേഷൻ ഇസ് സ്റ്റിൽ റണ്ണിങ് ഓൺ ഹൈഡ്രോ കാർബൺസ്. സോളാർ വിൻഡൊക്കെ ഒരു 10% മാത്രമേ ഇപ്പോഴും ഉള്ളൂ എന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ദി ഓയിൽ ആൻഡ് അതർ തിങ്സിനെ നമ്മൾ കുറച്ചു. അതായത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസിൽ നമ്മുടെ ഒരു ട്രാൻസിഷൻ്റെ ഭാഗമായിട്ട് അധികം എക്സ്പ്ലോറേഷൻ വേണ്ട എന്നുള്ളത് ഗ്ലോബലി കുറവുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ 90% ഫോസിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മറ്റതൊന്നും കൂടുന്നുമില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലാത്ത വരുമ്പോഴത്തേക്കും ദിസ് ഇസ് സ്ട്രക്ചറലി ടൈറ്റ് സപ്ലൈ ആൻഡ് ഇറ്റ് ഇസ് വെരി വൾണറബിൾ ടു ഈവൻ ദി മൈനർ ഷോക്സ്. ചെറിയ രീതിയിൽ സപ്ലൈയിൽ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറൊന്നും പറയുന്നില്ല. വി ഷുഡ് ബി പ്രൊമോട്ടിങ് എനർജി റിയലിസം. അതായത് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചാടി പോകുന്നത് ഒരു മണ്ടത്തരമായിട്ടുള്ള സ്റ്റെപ്പാണ്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് എ സ്വിച്ച്. ട്രാൻസിഷൻസ് ആർ പാത്വേസ്. അപ്പോൾ എനർജി സെക്യൂരിറ്റി എന്ന് പറയുന്നത് സർവൈവലിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യമാണ് സജഷൻസ് പോലെ പറയുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, കോൾ ഗ്യാസിഫിക്കേഷൻ ആൻഡ് അൺലോക്കിംഗ് ദി ഇൻഡിജീനിയസ് എനർജി. ഇന്ത്യയിൽ ആക്ച്വലി ഒരുപാട് കോളിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മേജർ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ഹൈ ആയിട്ടുള്ള ആഷ് കണ്ടന്റ് ഉണ്ട്. ആഷ് കണ്ടന്റ് വരുമ്പോഴത്തേക്കും നമുക്ക് എത്രത്തോളം അതിനകത്ത് എനർജി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അളവ് അത് കുറയും. അപ്പോൾ ഹൈ ആഷ് കണ്ടന്റ് കാരണം ഇറ്റ് വാസ് മേക്കിംഗ് ഇറ്റ് അൺഅട്രാക്റ്റീവ്. പക്ഷേ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് മൂലം നമ്മൾ ഈ ഗ്യാസിഫിക്കേഷൻസിലെയും കാർബൺ ക്യാപ്ചറിലെയും ഒക്കെ വെച്ചിട്ട് വി ഷുഡ് ബി ലെവറേജിങ് ദ ടെക്നോളജി ടു ഓവർകം ദിസ് ലിമിറ്റേഷൻ. അതിലേക്കായിരിക്കും നമ്മൾ പോകേണ്ടത്. അപ്പോൾ ആ ലിമിറ്റേഷനെ ഒരു ഇന്നോവേഷൻ കൊണ്ട് ആ ബാരിയറിനെ മറികടന്ന് വരിക എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ബയോഫ്യൂൽസിനെ പ്രൊമോട്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞ എത്തനോൾ ബ്ലെൻഡിങ് വിച്ച് വി ആർ ഡൂയിങ് റൈറ്റ് നൗ. E20 കേസൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് റൂറൽ എംപവർമെന്റിനും ഇതായിരിക്കും. മാത്രമല്ല ഫാർമേഴ്സിന് ഒരു അഡീഷണൽ ഇൻകമും ഉണ്ടാകും. ബിക്കോസ് ദേ ആർ സെല്ലിംഗ് ദർ റെസിഡ്യുവൽ
ഫാർമർ പ്രൊഡ്യൂസ് സ്റ്റഫ്. സോ ഇപ്പോൾ ഏകദേശം ഒരു 92,000 crores ഫാർമേഴ്സിന് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നാണ് ഓത്തർ പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തൊരു സതത് സ്കീം എന്ന് പറഞ്ഞൊരു സ്കീമിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് കംപ്രസ്ഡ് ബയോഗ്യാസിന് പ്ലാന്റ്സിന് വേണ്ടിയിട്ട് ഒരു ക്ലീൻ ഫ്യൂവൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. ഇത് ഏത് മിനിസ്ട്രിയുടെ അടിയിൽ വരുന്നത് എന്നുള്ളത്. ഇത് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിന്റെ അടിയിലാണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ഇത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നത് എവിടെയെങ്കിലും. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതിനകത്ത് പറയുന്നുണ്ട്, പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു സതത് സ്കീം വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻ സോയിൽസിലെ ഭയങ്കരമായിട്ട് ഫെർട്ടിലൈസറൊക്കെ ഓവർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഇഷ്യൂസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ സോയിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത് മൂലം തന്നെ നമുക്ക് വാട്ടർ റിറ്റൻഷനും ഫെർട്ടിലൈസർ റിറ്റൻഷനും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറ്റ് ഹാസ് എ മൾട്ടി ഡൈമെൻഷണൽ എഫക്റ്റ് എന്നുള്ള രീതിക്കാണ് ഓത്തർ പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ന്യൂക്ലിയർ ഓർ സീറോ കാർബൺ ബേസ്ഡ് ലോഡിനെ കൂട്ടുക. പക്ഷേ ഇന്ത്യയിൽ അപ്പോൾ അധികം പ്രോഗ്രസ് ഇല്ല. ഒരു 8.8 GW കപ്പാസിറ്റി മാത്രമേ ഇപ്പോൾ ന്യൂക്ലിയർ എനർജി ആയിട്ട് നമുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും, നമുക്ക് ഇന്ത്യക്ക് ഒരുപാട് തോറിയം റിസർവ്സ് ഉണ്ട്. പക്ഷേ ദാറ്റ് തോറിയം കാൺ ബി യൂസ്ഡ് ഡയറക്ട്ലി ഫോർ ന്യൂക്ലിയർ എനർജി പ്രൊഡക്ഷൻ. അപ്പോൾ അതിലേക്ക് നമ്മൾ തോറിയം റോഡ് മാപ്പിനെ കൃത്യമായിട്ട് ചെയ്യുക. ഒരു 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം ഉണ്ട് നമുക്ക് ഇന്ത്യക്ക്. അതിനെക്കുറിച്ച് നമുക്ക് വേറെ ദിവസം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതിലേക്കുള്ള സ്റ്റെപ്സിനെ കൂടുതലായിട്ട് ചെയ്യുക. ഇതിനകത്ത് സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു സ്കീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഭാരത് മോഡുലർ റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സ്കീമിന് എത്രത്തോളം വേഗം പ്രോഗ്രസ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഫോർത്ത് നമ്മൾ പറഞ്ഞു ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. നമ്മളൊരു ആദ്യത്തെ ദിവസങ്ങളിൽ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് ഫിഫ്ത്ത് നമുക്ക് ഒരു പ്രിലിംസ് ലാസ്റ്റ് ഇയർ 2024 വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, ഒരു പംപ്ഡ് ഹൈഡ്രോ സ്റ്റോറേജ് പവർ. നമ്മൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരിക്കൽ. അപ്പോൾ ആ പംപ്ഡ് ഹൈഡ്രോ സ്റ്റോറേജിനെ നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം. ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള എനർജീസിനെ സേവ് ചെയ്യാനായിട്ട് നമ്മൾ രാവിലെ ഉള്ള സോളാർ എനർജി കൂടുതൽ വരുന്ന സമയത്ത് നമ്മൾ പമ്പ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഇനർഷ്യൽ എനർജീനെ വെച്ച് നമുക്ക് സൂര്യൻ ഇല്ലാത്ത സമയത്ത് ടർബൈൻ റൺ ചെയ്യിച്ച് ഇതാക്കാൻ പറ്റും. അപ്പോൾ ദിസ് ക്യാൻ ബി എ സൊല്യൂഷൻ ഫോർ ദ ഇന്റർമിറ്റൻസി ഓഫ് ദി റിന്യൂവബിൾസ് എന്നുള്ള രീതിക്ക്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടതായിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പറയുന്നില്ല. സോ ദിസ് ഈസ് കൈൻഡ് ഓഫ് ലൈക്ക് റിലവൻറ്റ് ഫോർ GS3 എനർജീനെ കുറിച്ച് നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്താൽ ഇതിനകത്ത് ഇത് മാത്രം അറിഞ്ഞാൽ മതി. അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവുകയാണ്. ഇത് നമുക്ക് US-ലുള്ളൊരു ക്യാഷ്ലെസ് ബെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമുക്ക് ആരെങ്കിലും നമുക്ക് കോടതിയിൽ അക്യൂസ് ചെയ്യപ്പെട്ട് നമുക്കൊരു ട്രയൽസ് നടക്കുന്നുണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരം ബെയിൽസ് ഉണ്ട്. അപ്പോൾ ബെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്ക് കുറേ കണ്ടീഷൻസ് ഒക്കെ സെറ്റ് ചെയ്യും. ആ കണ്ടീഷൻ സെറ്റ് ചെയ്യുന്നത് കൂടെ തന്നെ നമുക്കൊരു കുറച്ച് കാശ് കെട്ടി വെക്കണമെന്ന് പറയും. ബിക്കോസ് കാശ് കെട്ടി വെച്ചുകൊണ്ട് നമ്മുടെ കാശ് അവിടെ നിൽക്കുവാണല്ലോ, അപ്പോൾ നമ്മളത് ഓടിപ്പോകില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ക്യാഷ് കൊടുത്തും നമ്മൾ മോണിറ്ററി ഷ്യൂരിറ്റി കൊടുത്താണ് ബെയിൽ ഇതാക്കുന്നത്. പക്ഷേ ഈ ഒരുപാട് പേർക്ക് നമുക്ക് അത്രയും കാശ് കെട്ടിവെക്കാനായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ബെയിലിന് അർഹതപ്പെട്ടിരുന്നിട്ടും അവർക്ക് ബെയില് മേടിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ ജയിലിൽ തന്നെ കിടക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അണ്ടർ ട്രയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർ ട്രയൽസിന്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാഷ്ലെസ് ബെയിലിന്റെ പ്രൊവിഷൻ തന്നെ അവിടെ US-ലുള്ളത്. ഇന്ത്യയിലുണ്ട്, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ഇൻ ദ ടേം ക്യാഷ്ലെസ് ബെയിൽ. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹി ഹാസ് സൈൻഡ് ആൻ എക്സിക്യൂട്ടീവ് ഓർഡർ ടാർഗറ്റിംഗ് ദ ക്യാഷ്ലെസ് ബെയിൽ പ്രൊവിഷൻസ്. അപ്പോൾ അത് നടപ്പാക്കുന്ന ഫെഡറൽ യൂണിറ്റ്സിനകത്തൊക്കെ അവർ ഫണ്ടിങ് സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ക്യാഷ്ലെസ് ബെയിൽ കൊടുക്കുന്നതിലൂടെ ഒരുപാട് ക്രൈം കൂടുന്നുണ്ട്. അവർ റിപ്പീറ്റഡ്ലി ഒഫൻസസ് ആവുന്നുണ്ട്, അവർക്കൊരു സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത്. പക്ഷേ യൂഷ്വലി ദിസ് ക്യാഷ്ലെസ് ബെയിൽ പ്രൊവിഷൻ ഇസ് ഓൺലി ഫോർ റിലേറ്റീവ്ലി മൈനർ ഒഫൻസസ് എന്നുള്ള രീതിക്കാണ് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ക്യാഷ്ലെസ് ബെയിൽ? So while granting the bail, because a court's primary concern is the accused does not evade the ഈ ഒരു ട്രയൽ അല്ലെങ്കിൽ അതിനെ ഹാമ്പർ ചെയ്യുന്ന രീതിക്കൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആസ് എ സേഫ് ഗാർഡ് ഒരു ഷ്യൂരിറ്റി എന്ന രീതിക്ക് അബ്സ്കോണ്ട് ചെയ്യത്തില്ല എന്നുള്ള കാര്യത്തിന് വേണ്ടി ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് മേടിക്കും. പക്ഷേ ആ ക്യാഷ് ഡെപ്പോസിറ്റ് ക്യാൻ കീപ് ദി ഇന്നസെന്റ് അക്യൂസ്ഡ് ബിഹൈൻഡ് ദി ബാർസ് ഫോർ ഈവൻ ദി മൈനർ ഒഫൻസസ്. ഇതിലൊരു ഖലീഫ് ബ്രൗഡർ കേസ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായി. അപ്പോൾ പുള്ളിയെ ഇങ്ങനെ ഒരു 3 years in prison നിൽക്കേണ്ടി വന്നു. ഒരു 700 ദിവസത്തോളം സോളിറ്ററി കൺഫൈൻമെന്റ് വന്നു. ബിക്കോസ് ഈ കുഡിൻ പേ ഒരു $3,000 എന്നുള്ള ഒരു ബെയിൽ ഷ്യൂരിറ്റി എമൗണ്ട്. അവിടുത്തെ ഒരു ക്യാഷ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം പേ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. ഇന്ത്യൻ മണിയിലേക്കൊന്നും കൺവേർട്ട് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ പക്ഷേ അത് ഇവൻച്വലി അദ്ദേഹം ആ കേസൊക്കെ ഡ്രോപ്പ് ചെയ്യപ്പെട്ട് പുള്ളി റിലീസ് ചെയ്യപ്പെട്ടെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ആ ഒരു ട്രോമ കാരണം പുള്ളി സൂസൈഡ് ചെയ്ത് 2015 മരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു കണ്ടക്സ്റ്റ്. അപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ സംഭവം വരുന്നത്? നമുക്ക് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറഞ്ഞിട്ട് 2023 ഇപ്പോഴത്തെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ ഒരു 3
3 ലോസ് ഉണ്ട് അത് വരുന്നത്. ഇതിന് മുന്നേ CRPC നമ്മൾ അതായത് നിങ്ങൾ സിനിമയിലൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ട്, IPC CRPC എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഈ CRPCയുടെ ഇപ്പോഴത്തെ ഒരു വേർഷനാണ് BNSS എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതനുസരിച്ച് നമുക്ക് they will be present for the trial. അത് ഉറപ്പാക്കാൻ വേണ്ടി there is a cash deposit with the amount depending on the nature of the crime as well as the economic situation of the ആ ഒരു പേഴ്സൺ അക്യൂസ്ഡ് എന്നുള്ള രീതിക്ക്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു കണ്ടീഷൻ ഇപ്പോൾ അവർ എക്വിറ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റീഫണ്ട് ചെയ്യപ്പെടുകയും ചെയ്യും. ബട്ട് ഇഫ് an accused does not have the means to furnish that cash, courts may consider giving them the personal recognitions bond, PR ബോണ്ട് എന്ന് പറയും. അപ്പോൾ ഈ PR ബോണ്ട് എന്നുള്ള കേസ് ഞാൻ ആദ്യമായിട്ട് ഇത് വായിക്കുമ്പോഴാണ് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ക്യാഷ്ലെസ് ബോണ്ട്സ് ഇൻ ദ US പോലെ ഇവിടെ PR ബോണ്ട്സ് എന്നുള്ള രീതിക്കുണ്ട്. അപ്പോൾ ഇത് ദി അക്യൂസ് ക്യാൻ അറേഞ്ച് ഫോർ ദ ക്യാഷ് വിത്തിൻ എ സ്പെസിഫിക് ടൈം ആഫ്റ്റർ ബീങ് റിലീസ്ഡ് ഫ്രം ദ ഇൻ ബെയിൽ കണ്ടീഷൻ ടേംസ്. അതായത് ബെയിലിനകത്ത് പുറത്ത് ഇറങ്ങിയതിന് ശേഷം ക്യാഷ് അടച്ചാൽ മതി. സോ ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി ക്യാഷ്ലെസ് ബെയിൽ, പക്ഷേ PR ബോണ്ട് എന്ന് പറയുന്ന ഒരു ബോണ്ട് നമുക്കുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ബെയിൽ ബോണ്ട് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ഇതിനകത്ത് ആ പേഴ്സൺ പൈസ അടയ്ക്കേണ്ട, ആ പേഴ്സണിന് പകരം അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ ഫ്രണ്ടോ ഹൂവർ ഇറ്റ് ഈസ് അവർ ഇവർക്ക് വേണ്ടി ക്യാഷ് അടച്ച് ഒരു ഷുവറിറ്റി ആയിട്ട് നിൽക്കുന്നു. പുള്ളി വേറെ ഇതിന്ന് ഓടിയൊന്നും പോകത്തില്ല, ഈ ജൂറിസ്ഡിക്ഷനിൽ തന്നെ കാണുന്നുള്ള രീതിക്ക് ഉറപ്പ് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ള രീതിക്കാണ് ബെയിൽ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ബെയിൽ ബോണ്ട് ക്യാൻ ബി ഡൺ ബൈ ദ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് ഓർ എനിബഡി എൽസ്. ഇതിനകത്ത് മുംബൈ കോർട്ട്സ് ആണെന്നുണ്ടെങ്കിൽ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അവരും സോൾവെൻ്റ് ആണ്, അതായത് ഈ ബെയിൽ നിൽക്കുന്ന ആളുണ്ടല്ലോ, ഷുവറിറ്റി നിൽക്കുന്ന ആളിന് കുറച്ച് കാശും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ടേ ബെയിൽ ഇങ്ങനെ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ബെയിൽ റിഫോംസിൽ നമുക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള കാര്യമാണ് ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ബിക്കോസ് മെനി അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് കണ്ടിന്യൂ ടു ലാംഗ്വേജ് ഇൻ ദ ജയിൽസ് ഡെസ്പൈറ്റ് ബീങ് ഗ്രാൻറ്റഡ് ബെയിൽ. നമ്മൾ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ട് 2022 ഡേറ്റയാണ് കേട്ടോ. അതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3/4 of the prisoners in jail are actually under trials. അതായത് അവരുടെ ട്രയൽ ഇങ്ങനെ നീണ്ടു പോകുന്നത് കൊണ്ട് മാത്രം ജയിലിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ പ്രസന്റ് ജയിലിനകത്തുള്ളത്. മാത്രമല്ല ഏകദേശം ഒരു 118% ആണ് ആവറേജ് ഒക്കുപ്പൻസി റേറ്റ്. അതായത് ഓവർ ക്രൗഡഡ് ആണ് നമ്മളെ ജയിൽസൊക്കെ. ഇവർക്കൊക്കെ ബെയിലിന് അർഹതപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവർക്ക് ചില പല കാരണങ്ങളാൽ അത് കിട്ടുന്നില്ല. അതിൽ വൺ ഓഫ് ദി റീസൺസ് ആണ് ഈ പറഞ്ഞ പൈസ കെട്ടിവെക്കാൻ പറ്റാതെ വരുന്നത്. വേറെ കുറേ റീസൺസ് ഉണ്ട്, ലോയർ കറക്റ്റായിട്ട് വാദിക്കാനും പിന്നെ ഇങ്ങനെ അഡ്ജോൺമെന്റ് ആയി പോകുന്ന കുറേ കേസുണ്ട്. ഇത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. അപ്പോൾ ദർ ഇസ് എ ലോട്ട് ഓഫ് ഇഷ്യൂ റിഗാർഡിങ് അണ്ടർ ട്രയൽസ് ഇൻ ഇന്ത്യ ഓൾസോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കേണ്ടത് തന്നെ ഈ ലോ കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. അത് 2017 റിപ്പോർട്ട് ഈ ഒരു പ്രൊവിഷനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അവരും അതിനകത്ത് പറയുന്നുണ്ട് മോണിറ്ററി ഷ്യൂരിറ്റി കൊണ്ട് മാത്രം ബെയിൽ നിരാകരിക്കപ്പെടുന്നത് ഇറ്റ് ഈസ് കോൺട്രറി ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഈത്തോസ് എന്നുള്ള രീതിക്ക്. മാത്രമല്ല നമുക്കൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് തന്നെയുണ്ട്, റൈറ്റ് ടു ഫെയർ ട്രയൽ എന്നുള്ള രീതിക്ക്. ഇതിനുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസുണ്ട്, നിങ്ങളതൊന്ന് നോട്ട് ചെയ്യണം. ഈ ആർട്ടിക്കിൾ അത് കൊടുത്തിട്ടില്ല. ഹുസൈനാറ ഖാത്തൂർ എന്ന കേസ് എന്നാണെന്ന് പിന്നെ പറയുന്നത്. ഹുസൈനാറ ഖാത്തൂൺ കേസ് എന്ന് പറയും. ഈ ഹുസൈനാറ ഖാത്തൂൺ കേസിൻ്റെ അടുത്താണ് സുപ്രീം കോടതി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിനെ പറയുന്നത്. ആർട്ടിക്കിൾ 21 അടിയിൽ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിനെ ആംബിറ്റിൽ കൊണ്ടുവരികയാണ്. ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു സ്പീഡി ട്രയൽ. അതായത് ഇങ്ങനെ ജയിലിൽ കടന്ന് ഒരാൾ നരകിക്കാൻ പാടില്ല. ഏതൊരു പൗരനും ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട് ഫോർ സ്പീഡി ട്രയൽസ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഹുസൈനാറ ഖാത്തൂൺ സുപ്രീം കോടതിയിലെ ഒരു കേസുണ്ട്. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു നോ. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു 2023 ദേ ഹാവ് സെറ്റ് സം ഗൈഡ് ലൈൻസ്. ഈ ഒരു ഇഷ്യൂ ഭയങ്കര പ്രോമിനൻ്റ് ആയി വന്നപ്പോഴത്തേക്കും വാട്ട് ദേ സെഡ് ഇസ് ഒരു ബെയിലിന് അർഹതപ്പെട്ടിട്ട് ഒരു 1 വീക്കോളം വീണ്ടും അവിടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദി ജയിൽ അതോറിറ്റി ഷുഡ് ഇൻഫോം ദി ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി. അവരൊരു ലോയറിനെ അറേഞ്ച് ചെയ്യുകയോ ആ പ്രിസണറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് വിസിറ്റ് ചെയ്യുകയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ PR ബോൺസിങ് നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും അത് അധികം നമ്മൾ റിജക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതിനകത്ത് ഇത്രയാണ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഹൗ ദി ബെയിൽ സിസ്റ്റം വർക്ക്സ് ഇൻ US ആസ് വെൽ ആസ് ഇന്ത്യ, എസ്പെഷ്യലി ദ ക്യാഷ്ലെസ് ബെയിൽ സിസ്റ്റം. പിന്നെ നമുക്ക് വേറെ നോക്കേണ്ടത് നമ്മുടെ അനുഷ്ഠ മാം ആക്ച്വലി എടുത്തിട്ടുണ്ടായിരുന്നു. PM മോദി അങ്ങോട്ട് പോയ സമയത്ത് ഒരു ആർട്ടിക്കിൾ വന്നപ്പോഴത്തേക്ക് നമ്മൾ ജപ്പാൻ ഇന്ത്യ റിലേഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിക്കാൻ വേണ്ടി മാത്രം ഇതിനകത്ത് ഇട്ടിരിക്കുന്നതാണ്. സോ വി വോണ്ട് ബി ലുക്കിംഗ് ഇൻ ടു ദ എൻറ്റയർ ആർട്ടിക്കിൾ ഓഫ് ദിസ് ഇന്ത്യൻ എക്സ്പ്രസ് എക്സ്പ്ലെയിൻഡ്, ബിക്കോസ് ഇതൊരു 2 ദിവസം മുന്നേ വന്നൊരിതാണ്. നമുക്ക് വായിക്കാൻ വേണ്ടി എപ്പോഴേലും കാണിക്കാമെന്ന് പറഞ്ഞ് വെച്ചിരുന്നതാണ്. ഇതിനകത്ത് വേറൊന്നുമല്ല, ജപ്പാനിൽ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ SCO സമ്മിറ്റിന് വേണ്ടി ടിയാൻജന് പോകുന്നു എന്നുള്ള കാര്യം, പിന്നെ ഇന്ത്യ ജപ്പാൻ്റെ ഒരു പാർട്ണർഷിപ്പിൻ്റെ ഒരു ഹിസ്റ്ററിനെ കുറിച്ചാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് റീസെൻ്റ് ആയിട്ടുള്ള സംഭവമല്ല. വി
have been having a very good civilizational ties as well. Japan stands actually in the center of India's Act East policy. മാത്രമല്ല നമ്മുടെ ഒരുപാട് ഇനിഷ്യേറ്റീവ്സിനകത്ത് ജപ്പാൻ ഈസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് മെമ്പർ. എക്സാമ്പിൾ നമ്മൾ ക്വാഡിൻ്റെ കാര്യം കണ്ടു, ഇന്റർനാഷണൽ സോളാർ അലയൻസ് കണ്ടു, സപ്ലൈ ചെയിൻ റെസിലിയൻസ് ഇനിഷ്യേറ്റീവ് ഉണ്ട്, CDRI ഉണ്ട്. അപ്പോൾ ഈ എല്ലാ ഇനിഷ്യേറ്റീവ്സിലും ജപ്പാൻ ഈസ് വൺ ഓഫ് ദി ഇൻറ്റഗ്രൽ മെമ്പേഴ്സ്, അവർ കോൺസ്റ്റന്റ് സപ്പോർട്ടർ എന്ന് പറയാൻ വൺ ഓഫ് ദി റീസൺ തന്നെ അവർക്കൊരു ഓവർസീസ് ഡെവലപ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറീസ് ആക്ച്വലി ഇന്ത്യക്ക് ഒരുപാട് ഒരു ഫോറിൻ അസിസ്റ്റൻസ് എന്നുള്ള രീതിക്ക് ജപ്പാനാണ് തരുന്നത്. ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. വേറെ കുറച്ച് നമുക്ക് എക്സസൈസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളൊരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഉള്ളതാണ്. മലബാർ എക്സസൈസ് അത് US-ഉം ക്വാഡ് കൺട്രീസ് ഒക്കെ ഉള്ള ഒരു നേവൽ എക്സസൈസ് ആണ്. മാത്രമല്ല പിന്നെ ഒരു മിലൻ എന്ന് പറഞ്ഞ എക്സസൈസ് ഉണ്ട്, ജൈമെക്സ് എന്ന് പറയുന്നത് ജപ്പാൻ ഇന്ത്യ മാരിടൈം എക്സസൈസ് എന്നുള്ള രീതിക്കാണ്. ജപ്പാൻ ഇന്ത്യ മാരിടൈം എക്സസൈസ്. അതുപോലെ തന്നെ ധർമ്മ ഗാർഡിയൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയും ജാപ്പനീസ് ആർമിയും തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ്. ഇത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ള കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ഇറ്റ്സ് ഓൾവേസ് ഇൻ യൂസ്. യു വിൽ ഡെഫിനറ്റ്ലി സ്റ്റഡി വെൻ യു സ്റ്റഡി ഫോർ ദ GS സബ്ജക്ട്സ്. പിന്നെ നമ്മളുടെ ട്രേഡ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദിസ് ഇസ് നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ക്യാൻ കീപ് ചേഞ്ചിങ് ഓൾവേസ്. സോ ഇതാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് നോക്കാനായിട്ടുള്ളത്. വേറെ കൂടുതലൊന്നുമില്ല. ഇതിനകത്ത് പറയുന്നത് പോലെ ഇന്ത്യയാണ് ലാർജസ്റ്റ് ഡോണർ, ODA ഡോണർ. ജപ്പാൻ ഹാസ് ബീൻ ദ ലാർജസ്റ്റ് ODA ഡോണർ ഫോർ ഇന്ത്യ എന്നുള്ള കാര്യം. പിന്നെ ഇപ്പോൾ ഒരു മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽവേനെ അതിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫർ വെച്ച് നമുക്ക് ചെയ്യുന്നത് ജപ്പാൻ്റെ സഹായത്തോട് കൂടിയാണ്. ഇപ്പോൾ ആക്ച്വലി ഇന്ന് PM മോദി ആൻഡ് ദി PM ഓഫ് ജപ്പാൻ ഇഷിബ ദേ വർ ആക്ച്വലി ട്രാവലിംഗ് ഇൻ എ ബുള്ളറ്റ് ട്രെയിൻ. അതിൻ്റെ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട്. ഹോപ്പ് യു ഹാവ് സീൻ ദാറ്റ്. പിന്നെ ഇന്നത്തെ ന്യൂസിൽ വന്നതാണ് ദ പാക്ട് വിത്ത് ടോക്കിയോ ടു അഡ്വാൻസ് ദി ലോ കാർബൺ ടെക്നോളജി പ്രോജക്ട്സ്. ഇത് നമ്മൾ കഴിഞ്ഞ വെനസ്ഡേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Article 6 ഓഫ് പാരീസ് ക്ലൈമറ്റ് അഗ്രിമെൻറ്റ് എന്ന് പറയുന്ന ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇൻ കേസ് ആ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ജോയിൻറ്റ് ക്രെഡിറ്റ് മെക്കാനിസം ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ജപ്പാൻ. വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് ദി ജാപ്പനീസ് ഇനിഷ്യേറ്റീവ് വെയർ ദേ ട്രൈ ടു ഇംപ്ലിമെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ലോ കാർബൺ ടെക്നോളജീസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ് ചെയ്ത് ആ കാർബൺ ക്രെഡിറ്റിനെ മേടിച്ച് അതിൽ ട്രേഡിംഗ് നടത്തുക. അതിന് വേണ്ടിയിട്ടാണ് കാർബൺ മാർക്കറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്നും ഈ ഇവിടെ പറഞ്ഞിട്ടുള്ള നാഷണൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്ന് പറയുന്ന സാധനത്തിനെ നോട്ടിഫൈ ചെയ്ത കണ്ടക്സ്റ്റിലായിരുന്നു നമ്മൾ ആ ന്യൂസ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ അതിനകത്ത് നമുക്ക് റിസൾട്ടഡ് സേവിങ്സിനെ നമ്മൾ കാർബൺ ക്രെഡിറ്റ്സ് ആക്കി മാറ്റുകയും അത് ജപ്പാന് കിട്ടുന്ന സമയത്ത് ദേ വിൽ ബി മീറ്റിംഗ് ദെയർ നാഷണൽ എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ്സ്. അപ്പോൾ ദിസ് ഇസ് വാട്ട് യു നീഡ് ടു നോ അബൌട്ട് ദിസ് തിങ്. അപ്പോൾ ഇതിനെ നമുക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസ് റെഡ്യൂസ് ചെയ്യുന്ന പ്രോജക്ട്സിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിക്കുള്ള പ്രോജക്ട്സിനായിരിക്കും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിനാണ് ലോ കാർബൺ ടെക്നോളജീസ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഇസ് അണ്ടർ Article 6 ഓഫ് പാരീസ് ക്ലൈമറ്റ് അഗ്രിമെൻറ്റ്. പിന്നെ ഇതിപ്പോൾ ഏകദേശം നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ഒരു 4ാമത്തെ 5ാമത്തെ പ്രാവശ്യമാണ് NDC. ഇന്ത്യയുടെ NDCs എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സാധനങ്ങൾ നമുക്ക് ഒരുപാട് റിപ്പീറ്റഡ്ലി വരുന്നതുകൊണ്ട് നമ്മൾ നോക്കി നിൽക്കേണ്ടതാണ്. നാഷണൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിൽ എത്ര മെമ്പേഴ്സ് ആണെന്നുള്ള കാര്യം ഓർക്കുന്നുണ്ടോ? നമ്മുടെ ഒരു സാധനം പറഞ്ഞിരുന്നു, 21 മെമ്പർ കമ്മിറ്റി ആയിരുന്നു പറഞ്ഞിരുന്നത്. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഹെഡഡ് ബൈ വിച്ച് മിനിസ്ട്രി എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് ചെറിയ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഇത് നമ്മളെ PM മോദി ജപ്പാനിൽ തന്നെ പോയ സമയത്ത് പുള്ളിയെ വെൽക്കം ചെയ്തത് ഒരു ദാരുമ ഡോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിനകത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ദിസ് ഇസ് എ ഐക്കോണിക് കൾച്ചറൽ സിമ്പിൾ ഓഫ് ജപ്പാൻ ആൻഡ് ദിസ് ഇസ് എ ട്രഡീഷണൽ ജാപ്പനീസ് വിഷ് ഡോൾ. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് പേപ്പർ ആൻഡ് ഇറ്റ് ഇസ് കൺസിഡർഡ് ആസ് എ സിമ്പിൾ ഓഫ് പെർസിവറൻസ് ആൻഡ് ഗുഡ് ലക്ക്. പിന്നെ അതിനകത്തൊരു വേർഡ് ലക്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. ഇറ്റ് ഇസ് റിട്ടൺ ഇൻ കഞ്ചി അല്ലെങ്കിൽ കഞ്ഞി, എങ്ങനെ വേണോ നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്തോ ആ രീതിയിലാണത്. അതൊരു ലാംഗ്വേജ് ആണ്. ലോഗോഗ്രാഫിക് എന്നാണ് അതിനകത്ത് പറയുന്നത്. ലോഗോസ് വെച്ച് ഗ്രാഫിക്സ് വെച്ചുമായിരിക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലാതെ അക്ഷരങ്ങളല്ല. അപ്പോൾ ഈ രീതിയിലാണത് വരുന്നത്. സോ അത് ബേസിക്കലി ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയേണ്ട ഒരു കൗതുകത്തിന് വേണ്ടി നമ്മൾ നോക്കിയിരിക്കുക. ഒരു 1 ഐ അതിനകത്ത് ആക്ച്വലി കളർ ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഒരു വിഷ് പറയുന്ന സമയത്ത് ആ വിഷ് നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൾ ആ മറ്റേ ഐയും കൂടെ കളർ ചെയ്യും എന്നുള്ള രീതിക്കാണ് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ വെർച്യൂ ഓഫ് ഡിറ്റർമിനേഷൻ ആൻഡ് ദ ഡോൾസ് ഡിസ്റ്റിങ്റ്റീവ് ബോട്ടം. ഇതിപ്പോൾ കണ്ടോ, ഇതിനകത്ത് ഈ കഴിഞ്ഞ ബോട്ടത്തിനകത്ത് അതൊരു ഡിസ്റ്റിങ്റ്റീവ് ബോട്ടമാണ്. നമ്മൾ ചെറുതായിട്ട് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാലും അത് അപ്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും. അങ്ങനെ ഒന്നും പോവാതെ ഇങ്ങനെ ആടി നമ്മൾ ഈ ബൊമ്മയൊക്കെ പോലെ അങ്ങനെ വന്ന് നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് നോക്കേണ്ടതായിട്ടുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ ധാരുമ ഇറ്റ് ഈസ് മോഡൽഡ് ആഫ്റ്റർ ബോധിധർമ്മ. ഇത് ചിലപ്പോൾ നിങ്ങൾ മേ ബി എൻ്റെ ജനറേഷനിൽപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 7ാം അറിവ് എന്ന് പറഞ്ഞൊരു സിനിമ സൂര്യയുടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 7ാം അറിവ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് ഉണ്ട് ഇതിനകത്ത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പ്രിൻസാണ്, പല്ലവ ഡൈനാസ്റ്റിയിൽ പെട്ടിട്ടുള്ള. അപ്പോൾ അതിൻ്റെ എന്താണെന്നുള്ള സാധനം നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് പോർഷൻ മാത്രം
നിങ്ങൾ കാണുക, ലിങ്ക് ഇതിനകത്ത് PDF ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ കാണാനല്ല ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇനി ഈ ഒരു ഇതിനകത്ത് ബോധിധർമ്മ, ഹി ഈസ് ആക്ച്വലി എ 5th century ഫൗണ്ടർ ഓഫ് സെൻ ബുദ്ധിസം. ഇത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സെൻ ബുദ്ധിസം ഇസ് എ ടൈപ്പ് ഓഫ് ബുദ്ധിസം. ഇന്ത്യൻ മോങ്ക് hailed from കാഞ്ചീപുരം ആൻഡ് he belongs to the പല്ലവ ഡൈനാസ്റ്റി. സോ പുള്ളിക്കാരൻ മെഡിറ്റേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ മെഡിറ്റേറ്റ് ചെയ്തിരുന്ന ആ ഒരു 9 years മെഡിറ്റേറ്റ് ചെയ്തപ്പോഴേക്കും പുള്ളിക്ക് കാലും ഐസ് ഒന്നും ഇല്ല എന്നുള്ള രീതിക്കായിരുന്നു. അതിനെ സിംബോളൈസ് ചെയ്തിട്ടാണ് റൗണ്ട് ഷേപ്പ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടതായിട്ടുള്ളത്. ആൻഡ് ദിസ് ധാരുമ എന്ന് പറയുന്നത് ഈ സാൻസ്ക്രിറ്റ് വേർഡ് ധർമ്മ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിന് ചൈനീസ് ഒരു ജാപ്പനീസ് ഇക്വലൻ്റ് ഒന്നുമില്ല. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസല്ല, കുറച്ച് കൗതുകം നിറഞ്ഞ ഒരു സംഭവമായിട്ട് തോന്നി, അതുകൊണ്ട് കാണിച്ചതേ ഉള്ളൂ. ഈ വീഡിയോ പോയി ഒന്ന് കാണണം കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്, നമുക്കറിയാം ട്രംപ് സാർ നമുക്കെതിരെ കുറേ താരിഫൊക്കെ പ്രഖ്യാപിച്ചു. അപ്പോൾ അതിന് ഇന്ത്യ എങ്ങനെ റിറ്റാലിറ്റേറ്റ് ചെയ്തു, എന്ത് റിയാക്ഷൻസ് എടുത്തു എന്നതിനെക്കുറിച്ച് ഹിന്ദു പറയുന്ന ഒരു എഡിറ്റോറിയലാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു വിൽ ബി ഓൾവേസ് ക്രിട്ടിക്കൽ ഓഫ് ദി ഗവൺമെൻറ്, എസ്പെഷ്യലി ദ യൂണിയൻ ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെ അപൂർവമായിട്ടുള്ള സന്ദർഭങ്ങളിൽ അവരതിനെ അക്സെപ്റ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വന്നൊരു സംഭവമാണ്. സോ ഇന്ത്യ ഹാസ് ഓപ്റ്റഡ് ഫോർ എ ലെവൽ ഹെഡഡ് ആക്ഷൻ ഇൻ ദ വേക്ക് ഓഫ് US താരിഫ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ദേ ആർ ആക്ച്വലി കോംപ്ലിമെൻറ്റിംഗ് ദ യൂണിയൻ ഗവൺമെൻറ് ഫോർ നോട്ട് ഗോയിങ് ഇൻ ടു എ നീജർക്ക് റിയാക്ഷൻ. അതായത് അവരൊരു താരിഫ് പ്രഖ്യാപിക്കുമ്പം അതിന് വെറുതെ റിറ്റാലിയേറ്റ് ചെയ്ത് എതിർത്ത് പിന്നെ ഞങ്ങളും പ്രഖ്യാപിക്കാം എന്നുള്ള രീതിക്കൊന്നും പറയാതെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എടുത്തിരിക്കുന്നത് എന്നാണ് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് എന്താണെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഒരു 50% താരിഫ്, വി ഹാവ് ഹാൻഡിൽ ദാറ്റ് വിത്ത് മെച്യൂരിറ്റി ആൻഡ് പ്രാഗ്മാറ്റിസം. അപ്പോൾ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അത് നമ്മൾ ഇതിനകത്ത് പറയുന്നില്ല കേട്ടോ, ബിക്കോസ് ഇറ്റ്സ് ഓൺ ഗോയിങ് ഡെവലപ്മെൻറ്റ്. ഈ US ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. അതായത് ഒരു സൈഡിൽ നിന്നുള്ള ആൾക്കാർ വന്ന് ഇന്ത്യനെ കുറിച്ച് നല്ലത് പറയും, മറ്റേ സൈഡിൽ നിന്ന് ആൾക്കാർ മോശം പറയും. അപ്പോൾ ഈ രീതിയിൽ ട്രംപിൻ്റെ ഒരു അഡ്വൈസർ വന്ന് പറഞ്ഞത് തന്നെ യുക്രൈൻ എന്ന് പറയുന്നത് മോഡീസ് വാർ എന്നുള്ള രീതിക്കൊക്കെയാണ് പറഞ്ഞത്. വെറുതെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ ഈ രീതിയിലൊന്നും അവർ നമുക്കൊരു ബെയ്റ്റ് ഇട്ട് തരുന്നില്ല, നമ്മൾ അതിനകത്ത് കയറി പിടിച്ച് നമ്മളത് കൊളുത്തി വിടും എന്നുള്ള രീതിക്ക്. പക്ഷേ അതിനകത്തൊന്നും പിടിക്കാതെ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു മടിപടിയാണ് നമ്മൾ കൊടുക്കുന്നത്. വി ഹാവ് ബീൻ റിമെയിൻ കാം ആൻഡ് നമ്മൾ പറഞ്ഞിരുന്നു നമ്മളൊരു ട്രേഡ് ഡീൽ നെഗോസിയേഷൻസിലാണെന്നുള്ള കാര്യം. അതിപ്പോൾ കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളത് സത്യമാണെന്നുണ്ടെങ്കിലും ദ ഇന്ത്യൻ സൈഡ് ഹാസ് നോട്ട് ക്ലോസ്ഡ് ദ ഡോർസ്. ഇങ്ങനെ താരിഫ് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി ഒരു ചർച്ചയ്ക്കും ഇല്ല എന്നുള്ളൊരു സ്റ്റാൻഡല്ല എടുത്തത്. ബട്ട് വി ആർ കോൺസ്റ്റന്റ്ലി എൻഗേജിംഗ് വിത്ത് ദം. വി ആർ നോട്ട് ഓഫ് ദ ടേബിൾ. സോ എ knee-jerk cessation of the trade talks with the US would have hurt India further. But we have not done like that. മാത്രമല്ല, we have been messaging to the government that denial നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിക്കല്ല. We have been assuring them because the pain is coming, because താരിഫ് വരുന്നതുകൊണ്ട് definitely some sectors at least would be affected. പക്ഷേ there is a plan to alleviate from that steps. അതായത് ഒരു സസ്റ്റൈനബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിലാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഒപ്റ്റിക്സ് എന്നുള്ള രീതിക്കല്ല. വിച്ച് മീൻസ് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ, ഞങ്ങൾ എന്ത് വേണോ ചെയ്തു തരാം, കുറച്ച് ക്യാഷ് എലവൻസ് തരാം എന്ന് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി, ഒപ്റ്റിക്സിന് വേണ്ടി ചെയ്യാതെ കാര്യം എന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ഇന്ത്യൻ ഗവൺമെൻറ് എടുക്കുന്നത്. സോ റാദർ ദാൻ അനൗൺസിങ് ദി ഫ്ലാഷി ഫിസ്ക്കൽ ഇൻസെൻറ്റീവ്സ്, അവയർനെസ് ഓഫ് സച്ച് ഇൻസെൻറ്റീവ്സ് ഹാർഡ്ലി എ ഡെൻറ്റ്. അതൊരു 50% താരിഫ് പ്രഖ്യാപിക്കുമ്പോഴത്തേക്കും അതൊരു വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. നമ്മളൊരു ഇൻസെൻറ്റീവ് എന്തെങ്കിലും കൊടുത്താൽ തന്നെ. മാത്രമല്ല, ബിക്കോസ് നമ്മൾ കഴിഞ്ഞ ദിവസം ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, നമുക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. വിയറ്റ്നാം ഉണ്ട്, ചൈന ഉണ്ട്, മാത്രമല്ല ബംഗ്ലാദേശ്. അവർക്കൊക്കെ താരിഫ് ഭയങ്കര കുറവാണ്, 20-30% ഒക്കെ ഉള്ളൂ. നമ്മളെക്കാട്ടിലും കുറവ് കോമ്പറ്റീറ്റേഴ്സ്. അങ്ങനെ വരുമ്പോൾ സമയത്ത് ക്യാഷ് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നത് കൊണ്ട് മാത്രം ഒന്നും ആവുന്നില്ല. സോ വി ഹാവ് ടു ഫോക്കസ് ഓൺ അഡ്രസ്സിങ് എഫക്റ്റീവ്ലി ദാറ്റ് ക്യാൻ ബി അഡ്രസ്. അപ്പോൾ എന്താ ചെയ്യുക, ഈ എക്സ്പോർട്ടേഴ്സിനൊക്കെ ഒരു ലിക്വിഡിറ്റി ക്രഞ്ച്, അതായത് അവരുടെ കയ്യിലുള്ള കാശിൻ്റെ അളവ് ചിലപ്പോൾ കുറയും. അപ്പോൾ അതിന് നമുക്ക് എന്ത് സ്റ്റെപ്സ് എടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ആലോചിക്കുന്നത്. സോ ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ബീൻ റീസെൻ്റ്ലി വെരി പ്രാഗ്മാറ്റിക് അബൌട്ട് ദിസ്. അപ്പോൾ നമ്മളൊരു ഡ്യുവൽ അപ്രോച്ചാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ ചൈനയുമായിട്ട് തിരിച്ചൊന്ന് ഒരു റീകിൻഡിലിംഗ് അപ്രോച്ചിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഓൾസോ വി ആർ ട്രൈങ് ടു പ്രൊപ്പൽ ദി ഡൊമസ്റ്റിക് കൺസംഷൻ. GST റിഫോംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ദീപാവലി അടുക്കുമ്പോഴാണ് അവർ GST റിഫോംസിനെ കൊണ്ടുവരാൻ നോക്കുന്നത്. സോ വി ആർ എക്സ്പെക്ടിങ് ദി കൺസംഷൻ ടു ഗോ അപ്പ്. അങ്ങനെ നമുക്ക് ടാക്സ് വരികയും ഒരുപാട് കച്ചവടം നടക്കുകയും ഈ ഒരു ഇമ്പാക്റ്റ് നിന്ന്, അതായത് എക്സ്പോർട്ടിൽ നിന്നും കിട്ടുന്ന റവന്യൂവിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു, കുറയുമല്ലോ. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്റേണൽ കൺസംഷനെ കൂട്ടുക എന്നുള്ള കാര്യമാണ്. ആ രീതിക്കാണ് പോകുന്നത്. അപ്പോൾ GST റേറ്റ് റാഷണലൈസേഷനിൽ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ മസ്റ്റ് കോപ്പറേറ്റ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതിനകത്ത് ഇത്രയും മാത്രം നമ്മൾ കണ്ടാൽ മതി. പിന്നെ നമുക്കൊരു രണ്ടൊരു ചെറിയ ന്യൂസാണ്. ഇത് നമ്മൾ ഇന്നലെ GSTയുടെ കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ആ റേറ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇതിനകത്തൊരു 8 states they are actually suggesting one more step, an additional cess
അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് സിൻ ഗുഡ്സും ലക്ഷറി ഗുഡ്സിലും 40% റേറ്റ് എന്ന് പറഞ്ഞിട്ട് ആ 40%നും കൂടുതലായിട്ട് ഒരു അഡീഷണൽ ആയിട്ടുള്ള സെസ് കൊണ്ടുവരണം എന്നുള്ള രീതിക്കാണ് ചില സ്റ്റേറ്റ്സ് ഇൻക്ലൂഡിംഗ് കേരള ആൻഡ് തമിഴ്നാട് ഒരു പ്രപ്പോസൽ പോലെ പറയുന്നത്. കാര്യം വേറൊന്നുമല്ല, GST റവന്യൂ മേക്സ് അപ്പ് ഓൺലി 28% ഓഫ് ദി സെൻറ്റേഴ്സ് റവന്യൂ. മാത്രമല്ല സെൻറ്ററിൻ്റെ പോക്കറ്റ് ഭയങ്കര വലുതാണ്. സെൻട്രൽ ഗവൺമെൻറ് കടം ചോദിച്ചു കഴിഞ്ഞാൽ 4,000 കൊടുക്കും. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് അങ്ങനെയല്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് ഏകദേശം ഒരു 50%ഓളം, ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ ഇറ്റ്സ് കം ഫ്രം ദി GST. സോ ദേ ആർ വെരി ഹൈലി ഡിപ്പെൻഡൻറ്റ് ഓൺ GST. അപ്പോൾ അതിൽ വരുന്ന കുറവുകൾ, നമ്മൾ ആ കുറയുന്ന കാര്യം പറഞ്ഞില്ല, അതിൽ ഭയങ്കര അപ്രിഹെൻഷൻസ് അവർക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊരു സ്റ്റെപ്പ് പോലെ ഒരു സെസ് കൂടെ പ്രഖ്യാപിക്കണം, 40% ഓവർ ആൻഡ് അബവ് എന്നുള്ള രീതിക്ക്. അതാണ് പറയുന്നത്. പിന്നെ ഈ ഒരു ആർട്ടിക്കിൾ വന്നത് തായ്ലൻഡിലെ PM-നെ അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് എടുത്തു കളഞ്ഞു, റിമൂവ് ചെയ്തു. ഇത് ഒരു എത്തിക്സിലെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കേസാണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, അത്ര മാത്രമേ ഇതിനകത്ത് കാര്യമായിട്ടുള്ളൂ. ബിക്കോസ് ഷീ ആസ് പെങ്ടോങ് ടാങ് ഷിനപാത്ര എന്നാണ് പറയുന്നത്. ഷിനപാത്ര എന്ന് പറയാം, ആദ്യത്തെ പേര് പറഞ്ഞ് ഞാൻ വീണ്ടും തെറ്റിക്കുന്നില്ല. അപ്പോൾ ഷീ ഈസ് ദി യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് തായ്ലൻഡ്. അത് പക്ഷേ അവരുടെ ഫാമിലി തന്നെ പ്രൈം മിനിസ്റ്റർ ഫാമിലിയാണ്. അച്ഛനും കൊച്ചച്ഛനും എല്ലാവരും കൂടെ പല സമയത്ത് പ്രൈം മിനിസ്റ്ററൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വാട്ട് ദ തിങ് ഇസ് ദാറ്റ് ഷീ വയലേറ്റഡ് ദി എത്തിക്സ് ഇൻ എ ലീക്ഡ് ടെലിഫോൺ കോൾ വിത്ത് ദി, അവർക്ക് നമുക്കൊരു ബോർഡർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ തായ്ലൻഡ് ആൻഡ് കംബോഡിയ തമ്മിൽ. അവർ തമ്മിൽ നെയ്ബറിംഗ് കൺട്രീസാണ്. അപ്പോൾ ആ സമയത്ത് ബേസിക്കലി അലിഗേഷൻ പറയുന്നത് തന്നെ ഈ ഒരു തായ്ലൻഡിൻ്റെ ഒരു വില തന്നെ കളഞ്ഞു. ബിക്കോസ് ഇൻ ദ കോൺവെർസേഷൻ ഷീ കോൾഡ് ദ ഫോർമർ പ്രീമിയർ, അതായത് ഇപ്പോഴത്തെ അവിടുത്തെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിൻ്റെ അച്ഛനാണ് ഫോർമർ പ്രീമിയർ. അവിടെ ഇതേപോലത്തെ കുടുംബ വാഴ്ചയാണ്. അപ്പോൾ ഫോർമർ പ്രീമിയറിനെ വിളിക്കുമ്പോൾ അങ്കിൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അങ്കിൾ പുള്ളിയെ അഡ്രസ്സ് ചെയ്തു. മാത്രമല്ല തായ്ലൻഡിലെ സ്വന്തം ജനറലിനെ ഒപ്പോണൻ്റ് എന്നുള്ള രീതിക്ക് പറഞ്ഞു. അതായത് PM-ൻ്റെ തായ്ലൻഡ് PM-ൻ്റെ തന്നെ ഒപ്പോണൻ്റാണ് അവിടുത്തെ ജനറൽ എന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇറ്റ് ഷോഡ് തായ്ലൻഡിൻ്റെ ബാഡ് എന്ത് പറയുക ലൈറ്റ് എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഷീ പുട്ട് ഹർ പ്രൈവറ്റ് ഇൻട്രസ്റ്റ് ഓവർ ദോസ് ഓഫ് ദ നേഷൻ ആൻഡ് ഹാഡ് ഡാമേജ് ദി country's reputation and loss and as causing a loss of public confidence in the പൊസിഷൻ ഓഫ് പ്രൈം മിനിസ്റ്റർ ഓഫ് തായ്ലൻഡ്. അത് പേര് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കംബോഡിയൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് തായ്ലൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് റിമൂവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ നോക്കി വെക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. നമുക്ക് ജസ്റ്റ് ഇന്ന് എന്താണെന്നുള്ള കാര്യം നമുക്ക് റീക്യാപ്പ് ചെയ്യാം. നമ്മളിത് എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത്. നമ്മളൊരു എനർജി സെക്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞു, എനർജി സോവറിനിറ്റി. ആ എനർജി സോവറിനിറ്റിയിൽ നമ്മൾ ഇറ്റ് ഈസ് ദി ന്യൂ ഓയിൽ എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. കൂടുതൽ നമുക്ക് നോക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഗുഡ് റീഡ് എന്നുള്ള രീതിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ക്യാഷ്ലെസ് ബെയിലിൻ്റെ കാര്യം പറഞ്ഞു, അത് US-ലാണുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിൽ അണ്ടർ ട്രയൽസ് അതിൻ്റെ ഒരു കേസുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അഡ്രസ് ദാറ്റ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ ഇന്ത്യ ജപ്പാൻ റിലേഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇതിനകത്ത് നമ്മളൊരു ഡോൾസിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, ധാരുമ ഡോൾസ്. ഈ ധാരുമ ഡോൾസ് ഇറ്റ് ആക്ച്വലി ബിലോങ്സ് ടു സെൻ ബുദ്ധിസം. പിന്നെ നമ്മൾ ഈ തായ്ലൻഡ് PM എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞു. ഇത് എത്തിക്സിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന കേസാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നത്. സോ ബിഫോർ വി കൺക്ലൂഡ്, നമുക്ക് ഇനി അടുത്ത ക്ലാസ് ഇസ് ആക്ച്വലി ഷെഡ്യൂൾ ഫോർ മൺഡേ സെപ്റ്റംബർ 1 പക്ഷേ സെപ്റ്റംബർ 1 ഐലൻഡിൽ ഓണം സെലിബ്രേഷനാണ് ഫോർ ദി സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ദി സ്റ്റാഫ് മെമ്പേഴ്സ്. സോ അന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും ലീവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കറണ്ട് അഫെയർസ് അനാലിസിസ് ഉണ്ടായിരിക്കുന്നതല്ല. രാവിലത്തെ ബീക്കൺ ഡെഫിനറ്റ്ലി വിൽ ബി പോസ്റ്റഡ് ഇൻ യുവർ ഗ്രൂപ്പ്സ്. പക്ഷേ we won't be having the daily newspaper analysis. So hope you enjoyed the session. So have a good Sunday. Class ഒക്കെ കണ്ട് എന്തെങ്കിലും നോട്ട്സ് എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. So until we meet again, goodbye.